ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള എഗ്ഗ് മസാലയാണ്. നല്ല ടേസ്റ്റിയായ എഗ്ഗ് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളിത് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലായെങ്കിൽ മുട്ട പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, 2-3 സ്ഥലത്ത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. മസാലയൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് വരണം, അതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിനി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 6 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരണം, അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലുതായിട്ട് മുറിച്ചിടരുത്, ഇതുപോലെ ചോപ്പ് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വരണം, അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ മസാലപ്പൊടി ചേർത്ത് വെച്ച ആ തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വഴറ്റി കൊടുക്കാനായിട്ട്. നമ്മുടെ ഗീവ് അവേ പ്രൊമോഷൻ നടക്കുകയാണ്. ഇതിന്റെ കമന്റും ഒക്കെ ഇതിൽ ചേർക്കേണ്ടതാണ്. നമ്മൾ ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഗീവ് അവേ പ്രൊമോഷൻ. ഇതിന്റെ അകത്തും കമന്റ് ഒക്കെ ചേർക്കാനായിട്ട് മറക്കല്ലേ. അതിന്റെ പറഞ്ഞേക്കുന്ന റൂൾസ് ഒക്കെ അനുസരിച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ ഇതിന്റെ അകത്ത് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും ഇത് ഗിവ് അവേ പ്രൊമോഷനുള്ള കമന്റ്സ് എഴുതാനായിട്ട്. ഞാൻ പറഞ്ഞിരുന്നു ഹാഷ്ടാഗ് ഇട്ടിട്ട് സാൾട്ട് ആൻഡ് പെപ്പർ കിച്ചൺ റെസിപ്പി എന്ന് എഴുതിയിട്ട് വേണം നമ്മൾ അതിന്റെ കമന്റ് എഴുതാനായിട്ട്. മസാലയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴന്നു വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ആ ടൊമാറ്റോ പേസ്റ്റിന്റെ ഒക്കെ പച്ചച്ചൊവ്വ മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇതുമെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു കുറുകിയ കറിയാണ്, അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഈ മുട്ട പുഴുങ്ങുമ്പോൾ ആ മുട്ടയുടെ തോട് മാറ്റി വെച്ചാൽ നമുക്ക് അഴുക്ക് പിടിച്ച കുപ്പിയിൽ ആ തോട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുപ്പി അടച്ചിട്ട് കുലുക്കി കഴുകിയാൽ ആ കുപ്പിയിലുള്ള അഴുക്കെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. നമ്മൾ ഇതിലേക്ക് ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി നന്നായിട്ട് കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഉലുവായുടെ ഇല ഉണക്കി പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള കറിയാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റിയായ കറിയാണ് ഇത്. മുട്ട ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ആ മുട്ടയിൽ ഈ മസാലയൊക്കെ ഒന്ന് മിക്സായി വരണം. അതുവരെ നമുക്കിത് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള എഗ്ഗ് മസാല റെഡിയായി. അതിനി ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്